ക്യാരറ്റ് കൊണ്ട് ഇതുപോലൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ ചൂടിന് പറ്റിയിട്ടുള്ള വിശപ്പും ദാഹവും ഒരുപോലെ മാറുന്ന ഡ്രിങ്കാണ്. നേരത്തെ ഉണ്ടാക്കി വെക്കാം, ഗസ്റ്റിനെയൊക്കെ സർപ്രൈസ് ചെയ്യിക്കാം. ക്യാരറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറയേയില്ല. 2 ക്യാരറ്റ് തൊലി കളഞ്ഞെടുക്കാം. അത് മുറിച്ച് കുക്കറിലേക്കിട്ട് ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒറ്റ വിസിലിന് ഓഫാക്കി എടുക്കാം. ഇനി നമുക്കൊരു 1.5 ടീസ്പൂൺ കസ്കസ് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് 1 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അതാകുമ്പോൾ ആ കസ്കസിലേക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വെള്ളച്ചോവ ഉണ്ടാവും അതിന്. ഇപ്പോൾ ക്യാരറ്റ് ഒക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇത് കണ്ട ഒട്ടും വെള്ളം തന്നെയില്ല, ഉള്ള വെള്ളം അങ്ങ് വറ്റി പോയിട്ടുണ്ട്. അത് മതി. അത് നമുക്കെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ ചെയ്യാനായിട്ട്. അതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളെടുക്കുന്നത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ, 2 കപ്പ് പാലാണ്. തിളപ്പിച്ച് കുറച്ച് കട്ടയാക്കി, അതൊരു ഷെയ്ക്കൊക്കെ അടിക്കണ പോലെ കട്ടയല്ല, സെമി ലിക്വിഡാണ്. കുറച്ച് കട്ടയും കുറച്ച് വെള്ളവും കൂടി ആയിട്ടുള്ളതില്ല. ഫ്രീസറിൽ വെച്ചതിന് ശേഷം കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിന് കിട്ടും. അതിന് കുറച്ച് മാത്രം പാല് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബാക്കി പാലും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അമൂലിൻ്റെയാണ് എടുക്കുന്നത്. ഐസ്ക്രീം ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല, പക്ഷെ ചേർത്താൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ട് കൊടുക്കണേ. ഇപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നാൽ മതി. ഒരുപാട് തിക്കായിപ്പോൾ ഷെയ്ക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിപ്പോൾ സ്പൂണോട് കോരി കുടിക്കേണ്ട ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അതായിപ്പോൾ. അങ്ങനെ ആവരുത്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ്, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് തന്നെ റോബസ്റ്റ പഴമാണ്, അത് മുറിച്ചത് ഇട്ട് കൊടുക്കാം. എന്ത് ഫ്രൂട്ട്സ് വേണേലും ഇടാം കേട്ടോ, ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ച കസ്കസ് അതും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കാം, കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള നട്ട്സ് ഇടാം. നട്ട്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിങ്ങനെ കടിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാം ഒന്ന് ഇളക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പോമഗ്രാനേറ്റും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിങ്ങനെ തന്നെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഗ്ലാസ്സിലൊഴിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ക്യാരറ്റ് വേവിച്ചിട്ട് ചെയ്തതുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മുകളിൽ കുറച്ച് പോമഗ്രാനേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് തണുപ്പിച്ച് വേണം കേട്ടോ കഴിക്കാനായിട്ട്. പാലൊക്കെ നല്ല തണുത്തതായതുകൊണ്ട് എല്ലാം ഇപ്പം നന്നായിട്ട് തണുത്തിരിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ എല്ലാം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് കുടിക്കാം. ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് തണുത്തിരിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് കുടിക്കാം. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം വലിയ ഗ്ലാസ്സാണ് കേട്ടോ. ചെറിയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 പേർക്കൊക്കെ കുടിക്കാനുണ്ടാകും. അപ്പോൾ ഈ ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ ഈ 2 ഗ്ലാസ്സിലുണ്ടാവും. പിന്നെ കുറച്ച് 1 കപ്പ് ബാക്കിയുണ്ട്. മുകളിൽ കുറച്ച് പോമഗ്രാനേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കസ്കസും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് ഇളക്കിയിട്ട് കഴിക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ക്യാരറ്റ് ആണെന്നൊന്നും പറയുകയില്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക രുചിയാണ്. അല്ലെങ്കിൽ നമ്മളിതുപോലെ ക്യാരറ്റ് വേവിച്ച് ഇതുപോലെ ഷെയ്ക്ക് അടിച്ച് കുടിക്കുകയാണെങ്കിൽ ഒരു മാംഗോ ഷെയ്ക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ക്യാരറ്റ് ആണെന്നൊന്നും ഒരിക്കലും പറയില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത്രയും ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട് കുടിക്കുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഐസ്ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല, വലിയ ചിലവില്ലാതെ തന്നെ നമുക്കത് ഉണ്ടാക്കാനും പറ്റും. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.